ഹലോ ചങ്കളെ, ഇന്ന് നമ്മൾ മൂന്നാറിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. 2 ദിവസത്തെ ഒരു പ്രോഗ്രാമായിട്ട് വിളിച്ചതാണ്. അവിടെ ഗ്യാപ്പ് റോട്ടിൽ എവിടെയോ ഉള്ള ഒരു ഫാം റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പോണ വഴിക്ക് ഫാം യാർഡ് റെസ്റ്റോറൻറ്റിലൊന്ന് നിർത്തി അവർക്കൊരു ടീ ബ്രേക്ക് കൊടുത്തു. ഞാനൊരു ചായ കുടിച്ചു, അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടോ. അതിനുശേഷം നമ്മളിത് മൂന്നാറ് ലക്ഷ്യമാക്കി പള്ളിവാസൽ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യട്ടോ, അതായത് നമ്മളുടെ മൂന്നാറിൽ ഏറ്റവും ബെസ്റ്റ് റോഡ് ഉണ്ടെങ്കിൽ അത് ഗ്യാപ്പ് റോഡാണ് കേട്ടോ. ഇത്ര മനോഹരമായി ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ലഭിക്കുന്ന വേറൊരു റൂട്ട് മൂന്നാറിലില്ല. അത് 2 സൈഡും നല്ല പനോരമയ്ക്ക് വ്യൂ നമുക്ക് ആസ്വദിച്ച് തന്നെ ആ റൂട്ടിലൂടെ യാത്ര ചെയ്യാം. അപ്പോൾ ഇതേ പെരിയകനാൽ വാട്ടർഫാൾ എത്തണേക്ക് മുന്നേ ഇതേപോലെ ഒരു കുത്തിറക്കം താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ. വളരെ ചെറിയൊരു റോഡും നല്ലൊരു കിടിലൻ ബെൻഡും ഉണ്ടേ. നമുക്ക് ഇറക്കാതിരിക്കാൻ നിവർത്തിയില്ലായിരുന്നു, കാരണം കാലിന് സുഖമില്ലാത്ത 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അർബാനി അതിൽ ഇറക്കിയത് കേട്ടോ. നല്ല കുത്തിറക്കമാണ് കേട്ടോ. എങ്കിലും ആ റോട്ടിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അത് അതിമനോഹരം എന്ന് പറയാതെ വയ്യട്ടോ. ചുറ്റും 2 സൈഡിലും പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ റിസോർട്ട് കേട്ടോ. അവിടെ നന്നായിട്ട് തന്നെയാണ് അവരുടെ ഗാർഡനൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കണം. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഗാർഡനാണ് കേട്ടോ. അവിടെ നിൽക്കുന്ന പൂക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ്. ഇനിയൊരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ കാഴ്ച ഇവർ പറയുന്നത് മണിത്തക്കാളി എന്നാണ് പറയണത്. നിങ്ങൾക്കറിയാവുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. എന്തായാലും അവിടെ ഈ മണിത്തക്കാളി ഇങ്ങനെ മുന്തിരിക്കുലകൾ പോലെ പൂത്തിലിങ്ങി നിൽക്കണ കാണാൻ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. ഞാൻ നൈസായിട്ട് പഴുത്തൊക്കെ നോക്കി അതിൽ നിന്ന് 2 എണ്ണം എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നോർമലി നമ്മളുടെ തക്കാളിയുടെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കണ്ടോ, പഴുത്ത് കൊടുത്ത് പറിക്കാറായി നിൽക്കണേണ്. ഇത് വരുന്ന ഗസ്റ്റിന് അവിടെ നിന്ന് പറിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അവർ. അത് ഒത്തിരി ഉണ്ട് കേട്ടോ. അവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഒത്തിരി ഉണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. നമ്മൾക്ക് പീസ്ഫുള്ളായിട്ട് 2 ദിവസമൊക്കെ മൂന്നാർ വന്ന് താമസിച്ച് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം കേട്ടോ. പിന്നെ ഡീറ്റെയിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഈവനിങ് ആയ തണുപ്പും കോടയും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഇനി ഞാൻ വരും കേട്ടോ. കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ എല്ലാ കാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അതിനായിട്ട് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, വണക്കം, ബൈ.